ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 289 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേമസായി കാഞ്ഞങ്ങാടാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീ അഭിമന്യു പെരിയ കാസർഗോഡാണ്. അഭിമന്യു ഓങ്കാരവും ഗായത്രിയും പറഞ്ഞിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. സായിരാം. സായിരാം. ഈശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. കർമ്മവും ഈശ്വരാനുഗ്രഹവും. മനുഷ്യന്റെ ജീവിതമാകുന്ന സൗധം 4 മതിലുകൾക്ക് മേലെയാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. ജന്മം, കർമ്മം, ധർമ്മം, ബ്രഹ്മൻ. ഈ 4 മതിലുകളും പരസ്പര പ്രേരകങ്ങളും വേർതിരിക്കാനാവാത്ത വിധത്തിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടതുമാണ്. എന്തിനാണ് ജന്മം എടുക്കുന്നത്? കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന്. എങ്ങനെയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്? കർമ്മങ്ങൾ ധർമ്മം നിറഞ്ഞതായിരിക്കണം. ധർമ്മപ്രവർത്തികളിലൂടെ ഒരാൾ ബ്രഹ്മനെ അറിയണം. മനുഷ്യൻ ഈ ലക്ഷ്യം മറന്നുപോയിരിക്കുന്നു. ഇന്ന് കർമ്മങ്ങൾ ശാരീരിക ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുകയും ധർമ്മം ലോകത്തിന്റെ പുരോഗതി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരമമായതിനെ കുറിച്ച് അവബോധമില്ല. 4 മതിലുകൾ ഇല്ലാതെ ഒരു കുടില് പോലും നിർമ്മിക്കുവാൻ സാധിക്കുകയില്ല. ജ്ഞാനം, ധർമ്മം, ബ്രഹ്മൻ എന്നീ 4 പ്രധാനപ്പെട്ട മതിലുകളാണ് ജീവിതമാകുന്ന സൗധത്തിന് താങ്ങായിരിക്കുന്നത്. കർമ്മമാണ് ജന്മത്തിന് കാരണം. അതാണ് ജീവരക്ഷാകരമായ ശക്തി. ഈ ജീവകേന്ദ്രമായ ശക്തിയുടെ ഉപകരണമാണ് ശരീരം. കർമ്മം ശരീരത്തിലെ ജീവനെ ശരീരത്തിലൂടെ സംരക്ഷിക്കുന്നു. മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും കർമ്മം എന്ന് വ്യാഖ്യാനിക്കുന്നു. മനുഷ്യൻ പ്രവൃത്തിയെടുക്കുന്നത് അതിന്റെ ഫലം ലഭിക്കുന്നതിനാണ്. അവൻ വീണ്ടും ജന്മം എടുക്കുന്നത് അവന്റെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഗീതയിൽ ഇപ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്: കർമാനുബന്ധിനി മനുഷ്യലോകെ. ലോകത്തിലെ മനുഷ്യന്റെ ജീവിതം കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ സാധ്യമല്ല. ജീവിതത്തിൽ നമ്മുടെ അവസ്ഥകൾ നമ്മുടെ കർമ്മങ്ങളാൽ തീരുമാനിക്കപ്പെടുന്നു. നമ്മുടെ ശീലങ്ങൾ നമ്മുടെ കർമ്മങ്ങളാൽ ക്രമീകരിക്കപ്പെടുന്നു. ശീലങ്ങളാണ് സ്വഭാവത്തെ രൂപീകരിക്കുന്നത്. സ്വഭാവങ്ങൾ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നു. അതുകൊണ്ട് നാം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. ജീവിതത്തിലെ നന്മയും തിന്മയും നമ്മുടെ കർമ്മങ്ങളുടെയും പ്രകൃതത്താൽ തീരുമാനിക്കപ്പെടുന്നു. ഞാൻ കർമ്മം ചെയ്യുന്നവനും അനുഭവിക്കുന്നവനും ആസ്വദിക്കുന്നവനുമാണ് എന്ന് അവകാശപ്പെടുന്നതിന്റെ അഹങ്കാരത്തിന്റെ ഈഗോയിസം ലക്ഷണമാണ്. ഒരാൾക്ക് അനന്തര ഫലത്തെ കുറിച്ച് ബോധമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നന്മയും തിന്മയും കർമ്മങ്ങളുടെ ഫലങ്ങളാണ്. കൃഷ്ണനും ധർമ്മജനും. മഹാഭാരത യുദ്ധം അവസാനിച്ചപ്പോൾ കൃഷ്ണൻ ധർമ്മജനെ സമീപിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: ധർമ്മജ, യുദ്ധം അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ വിജയികളായിരിക്കുന്നു. ഇപ്പോൾ അങ്ങയെ രാജാവായി കിരീടധാരണം ചെയ്യണം. ധർമ്മജൻ കൃഷ്ണന്റെ ഉപദേശം സ്വീകരിച്ചില്ല. അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞു: ഞാൻ എന്റെ ബന്ധുജനങ്ങളും കൂട്ടുകാരുമായിരുന്നു ഇത്രയധികം ജനങ്ങളെ മാത്രമായിരുന്നു. ഞാൻ ആർക്കു വേണ്ടിയാണ് ഇനി രാജാവാകേണ്ടത്? ഞാൻ എന്റെ ബന്ധുജനങ്ങളിൽ വളരെയധികം പേരെ കൊല്ലുകയും മറ്റനവധി പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. ഞാൻ ഇനി ആരുടെ മേലാണ് ഭരിക്കേണ്ടത്? ഈ വിധത്തിലുള്ള ഭരണം കൊണ്ട് എന്ത് സന്തോഷമാണ് എനിക്ക് ലഭിക്കുക? എനിക്ക് ഈ നിസാരമായ രാജ്യത്വം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എനിക്ക് കിരീടധാരണത്തിന് ആഗ്രഹമില്ല. ഈ വിധത്തിൽ ധർമ്മജൻ കൃഷ്ണനോട് കേണപേക്ഷിക്കുകയും കിരീടധാരണത്തിന് വിസമ്മതിക്കുകയും ചെയ്തു. താൻ തന്നെ ധർമ്മജനുമായി തർക്കിക്കുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ലെന്ന് കൃഷ്ണന് ബോധ്യമായി. ഈശ്വരന്റെ വഴികൾ രഹസ്യമയമാണ്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് ലോകത്തിന്റെ മാതൃക നൽകുന്നു.
പ്രവൃത്തിയും അർത്ഥവും സ്പഷ്ടമല്ലെങ്കിൽ കൂടിയും ഈശ്വരന്റെ ഒരു പ്രവൃത്തിയും ഉദ്ദേശരഹിതമല്ല. ഈശ്വരൻ മനുഷ്യരൂപത്തിൽ അവതരിക്കുമ്പോൾ ഈശ്വര സാമീപ്യം അദ്ദേഹത്തിന്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും പൂർണ്ണമായ അർത്ഥത്തെ മറിച്ചേക്കാം. കൃഷ്ണനെ അനുസരിക്കുവാൻ ഭീഷ്മർ ധർമ്മജനോട് ആവശ്യപ്പെടുന്നു. ഭീഷ്മനെ പോലെ സമാഭരണീയനായ ഒരു ഗുരുസ്ഥാനീയന്റെ ഉപദേശം ധർമ്മജൻ അനുസരിച്ചിരിക്കുമെന്ന് കൃഷ്ണൻ വിചാരിച്ചു. അതുകൊണ്ട് ശരശയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹന്റെ സമീപത്തേക്ക് അദ്ദേഹം ധർമ്മജനെ കൊണ്ടുപോയി. ഭീഷ്മന്റെ ജ്ഞാനോപദേശം ധർമ്മജൻ അനുസരിക്കുന്നു എന്ന് കൃഷ്ണനും അറിയുമായിരുന്നു. കിരീടധാരണത്തിന് സമ്മതിക്കുവാനും രാജ്യഭാരം സ്വയം സ്വീകരിക്കുവാനും ഭീഷ്മർ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ധർമ്മജൻ നിരാകാരിയാകുകയില്ലെന്ന് കൃഷ്ണന് തോന്നി. അതുകൊണ്ട് ധർമ്മജനെ ഭീഷ്മരുടെ സമീപത്ത് എത്തിച്ചിട്ട് കൃഷ്ണൻ പിൻവാങ്ങി. കണ്ണുകളിൽ നിന്നും ധാരയായി ഒഴുകുന്ന അശ്രുക്കളുടെ ഇടയിലൂടെ ഭീഷ്മർ ധർമ്മജനെ നോക്കി പറഞ്ഞു, ധർമ്മജ, നീ എന്റെ വാക്കുകൾ പൂർണ്ണ മനസ്സോടെ കേൾക്കുമോ? ധർമ്മജൻ തന്റെ പിതാമഹന്റെ കൈകളിൽ പിടിച്ചിട്ട് താൻ ഇതിനു മുമ്പ് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അനുസരിക്കാതിരുന്നിട്ടില്ലെന്നും ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കുമെന്നും ആദരവോടെ പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ധർമ്മജ, യുദ്ധത്തിനു മുമ്പ് നിങ്ങൾ കൃഷ്ണനെ ആശ്രയിച്ചു. നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങളുടെ ഉപദേഷ്ടാവായി കരുതി. നിങ്ങളുടെ ലക്ഷ്യം പ്രാപിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെയാണോ ഉപദേഷ്ടാവായി ആദരിച്ചിരുന്നത് അദ്ദേഹം തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് ശേഷവും നിങ്ങളുടെ ആദരവിന് യോഗ്യനായിട്ടുള്ളത്. ഇപ്പോൾ കൃഷ്ണന്റെ ഉപദേശം നിരാകരിക്കുന്നത് നിന്നെ അയോഗ്യനാക്കും. നിങ്ങൾ അദ്ദേഹത്തെ ഒരു ബന്ധുവായിട്ട് മാത്രമാണ് കാണുന്നത്. കൃഷ്ണൻ ഈശ്വരന്റെ അവതാരമാണ്. അദ്ദേഹം നിങ്ങളുടെ ബന്ധുവും സഖാവും ആണെന്നതിന് സംശയമില്ല. പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ശക്തിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ലോകത്തെ ബാഹ്യമായി വീക്ഷിച്ചുകൊണ്ട് നീ നിന്റെ സമയം നഷ്ടപ്പെടുത്തുന്നു. അന്തർമുഖനായ സത്യം കാണുക, ഭീഷ്മൻ ഉപദേശിച്ചു. ധർമ്മജൻ ഉത്തരം നൽകി, പിതാമഹ, ഞങ്ങൾ അച്ഛനില്ലാതെ കുട്ടികളായപ്പോൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് അങ്ങ് ഞങ്ങളെ വളർത്തിയത് എനിക്ക് നന്നായിട്ടറിയാം. ഒരു അച്ഛൻ നൽകുന്ന ഇതിലുമധികം ശ്രദ്ധയോടെ അങ്ങ് ഞങ്ങളെ വളർത്തിയെടുത്തു. പക്ഷേ ഞങ്ങൾ അങ്ങേക്കെതിരെ യുദ്ധം ചെയ്തു, അങ്ങയെ പരാജയപ്പെടുത്തി. ഞങ്ങളുടെ ഗുരുവായ ദ്രോണാചാര്യർ ആയുധം ഉപേക്ഷിക്കുവാൻ വേണ്ടി ഞങ്ങൾ ചതിപ്രയോഗം നടത്തി. ഞങ്ങൾ അനവധി ബന്ധുമിത്രാദികളെ യുദ്ധത്തിൽ കൊന്നു. ഇതിനെല്ലാം ശേഷം സിംഹാസനാരോഹണം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുക? കിരീടധാരണത്തിന്റെ കളങ്കത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ചാലും. ഈ വാക്കുകളിലൂടെ ധർമ്മജൻ ഭീഷ്മനോട് കേണപേക്ഷിച്ചു. കർമ്മത്തിന്റെയും കാലത്തിന്റെയും ബന്ധനങ്ങൾ. ധർമ്മജനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഭീഷ്മർ പറഞ്ഞു, ഈ ലോകം കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ധർമ്മജ, നീ ശാസ്ത്രങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ളയാളാണ്. എന്നിരുന്നാലും വളരെയധികം പേരെ കൊന്നതായി നീ പറയുന്നു. ആരാണ് കൊല്ലപ്പെട്ടത്? ആരാണ് കൊലയാളികൾ? നിനക്ക് കൊല്ലുവാനോ മറ്റുള്ളവരെ കൊണ്ട് കൊല്ലിക്കുവാനോ ഉള്ള ശക്തിയില്ല. കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ചെയ്തു പോയ കർമ്മങ്ങളുടെ അനന്തരഫലമാണ്. സംഭവിക്കുന്നതെല്ലാം ഉത്തരവാദി കർമ്മമാണ്. ഒരു കഥയിലൂടെ ഞാൻ ഇത് ചിത്രീകരിച്ചു തരാം. അതിനുശേഷം ഭീഷ്മർ താഴെ പറയുന്ന കഥ പറഞ്ഞു. ഏകപുത്രൻ മാത്രമുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി. മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുവാനായി തന്റെ മകനോടൊപ്പം ആ സ്ത്രീ ഒരു വനത്തിലൂടെ യാത്ര ചെയ്തു. പോകുന്ന വഴിയിൽ മകനെ മടിയിൽ ഉറക്കി കിടത്തി അവർ വിശ്രമിക്കാനായി ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് ഞെട്ടി ഉണർന്ന് കുട്ടി കരയുവാൻ തുടങ്ങി. അമ്മ ഉണർന്നു നോക്കിയപ്പോൾ ഒരു മൂർഖൻ പാമ്പ് തന്റെ മകനെ കൊത്തിയ ശേഷം ഒരു എറുമ്പ് പുറ്റിലേക്ക് ഇഴഞ്ഞു കയറുന്നത് കണ്ടു. കുറച്ചു നിമിഷങ്ങൾക്കകം ആ ബാലൻ മരിച്ചു. നിസ്സഹായ അലമുറയിട്ട് കൊണ്ടിരുന്ന ആ സ്ത്രീയുടെ വിലാപം കേട്ട ഒരു കൊള്ളക്കാരൻ അവിടെ എത്തി അവരുടെ ദുഃഖത്തിന്റെ കാരണം ആരാഞ്ഞു. പാമ്പ് കടിയിൽ നിന്നുമാണ് അവരുടെ മകൻ മരിച്ചതെന്നറിഞ്ഞ കൊള്ളക്കാരൻ ആ എറുമ്പ് പുറ്റ് പൊളിച്ച് മൂർഖനെ കൊല്ലുവാൻ തീരുമാനിച്ചു. ആ സമയത്ത് ആ സ്ത്രീ ആ കൊള്ളക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇപ്രകാരം അപേക്ഷിച്ചു, ദയവായി ആ മൂർഖൻ പാമ്പിനെ കൊല്ലരുത്. നിങ്ങൾ ആ മൂർഖനെ കൊന്നാൽ എന്റെ മകന്റെ ജീവൻ തിരികെ ലഭിക്കുമോ? എന്റെ വിധിയിൽ നിന്നും രക്ഷ നേടുവാൻ എനിക്ക് സാധിക്കുകയില്ല. ആ കൊള്ളക്കാരൻ പറഞ്ഞു, ഒരു വിഷപ്പാമ്പ് ഇവിടെ വരുന്ന മറ്റാളുകളുടെ മരണത്തിന് കാരണമായേക്കാം. വിഷജന്തുക്കളുടെ കൊല്ലുന്നത് ഏറെ എന്റെ കർത്തവ്യമാണ്. അപ്പോൾ ആ അമ്മ പ്രത്യുത്തരം നൽകി, മകനെ, കാലത്തിന്റെ വിധിയുടെ ആജ്ഞയ്ക്കനുസരിച്ചാണ് ആ വിഷപ്പാമ്പ് എന്റെ മകനെ കടിച്ചത്. അവന്റെ മരണം അവന്റെ തന്നെ കഴിഞ്ഞുപോയ കർമ്മത്തിന്റെ ഫലമാണ്. കർമ്മമാണ് എല്ലാത്തിനും ഉത്തരവാദി. നാം ഒരു കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ ഫലത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. ഏതെങ്കിലും അത്യാപത്ത് ഉണ്ടാകുമ്പോൾ നാം വല്ലാതെ ദുഃഖിക്കുന്നു. ധർമ്മജ, നല്ലതോ ചീത്തയോ ആയ എല്ലാ സംഭവങ്ങളുടെ പിന്നിലും ഒരു കാരണമുണ്ട്. ആളുകൾ മരണദേവതയായ യമനെ കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം നിശ്ചയിച്ച സമയത്ത് എണ്ണമറ്റ രൂപങ്ങൾ ധരിച്ച് ജീവനെ കൊണ്ടുപോകുവാൻ വരുന്നു. ധർമ്മജ, യമനെ കാല എന്നോ വിധി എന്നോ വിളിക്കുന്നു.
കർമ്മമാണ് എല്ലാത്തിനും ഉത്തരവാദി. ഒരു സാധാരണ സ്ത്രീക്ക് മനസ്സിലായ ഈ വസ്തുത നിനക്ക് എന്തുകൊണ്ടാണ് കാണുവാൻ സാധിക്കാത്തത്? നീ എല്ലാ ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യമുള്ളവനും എന്താണ് തെറ്റെന്ന് അറിഞ്ഞവനുമാണ്. ചൂതുകളി 5 വലിയ പാപങ്ങളിൽ ഒന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നീ അതിന് വശംവദനായി. തൽഫലമായി നിനക്ക് കുടുംബം, വനവാസം ഉൾപ്പെടെ അനേകം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. ആ കടുത്ത യാതനകൾക്കെല്ലാം നിന്റെ കർമ്മത്തിന്റെ അനന്തര ഫലങ്ങൾ ആയിരുന്നില്ലേ? തന്റെ ഫലത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആർക്കും കഴിയുകയില്ല. ഈശ്വരാനുഗ്രഹത്തോടെ കൂടി ആ ഫലങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. പക്ഷെ ഒരാൾ ഈശ്വരന്റെ ആജ്ഞ പാലിക്കാതിരിക്കുകയാണെങ്കിൽ ആർക്കും തന്നെ അയാളെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. കൃഷ്ണന്റെ ആജ്ഞയ്ക്കെതിരെ പോയാൽ നിനക്ക് നിന്റെ പ്രവൃത്തിയുടെ ഫലത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഭീഷ്മർ ഇങ്ങനെ ഉപസംഹരിച്ചു: ഈശ്വരയ്ക്ക് കീഴടങ്ങുക. അവസാനം ഭീഷ്മർ ധർമ്മജന് ഈ ഉപദേശം നൽകി: എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനം ഈശ്വരേച്ഛയാണ്. ഈശ്വരന് കർമ്മഫലങ്ങളെ അസാധുവാക്കാനുള്ള അവയ്ക്കുള്ള പാപപരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനും കഴിയും. ആയതുകൊണ്ട് ഈശ്വരാജ്ഞ ആത്മാർത്ഥതയോടെ നടപ്പിൽ വരുത്തുകയാണ് നിന്റെ കർത്തവ്യം. നീ അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ നീ നിന്റെ ജീവിതം നശിപ്പിക്കുകയായിരിക്കും. കൃഷ്ണന്റെ ആജ്ഞ ശിരസാവഹിച്ച് കിരീടധാരണം നടത്തുക. എന്നിരുന്നാലും എങ്ങനെയാണ് കർമ്മത്തിന്റെ നിയമം പ്രവർത്തിക്കുന്നതെന്ന സംശയം ധർമ്മജനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. പാമ്പ് കടിച്ചു ബാലൻ മരിച്ചത് വിധിയുടെ നിയമമായിരുന്നോ? ഓരോ പ്രവൃത്തിയുടെയും ഫലം ഓരോ വ്യക്തിയുടെയും അർഹതയ്ക്കനുസരിച്ച് ഏത് രൂപത്തിലും ഏതവസരത്തിലും ഏത് വഴിയിലും ഈശ്വരൻ നൽകുന്നുവെന്ന് ഭീഷ്മർ ധർമ്മജന് ഉറപ്പു നൽകി. എല്ലാ ഫലങ്ങളും കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഉണ്ടാകുന്നത്. ദുഷ്ടരായ കൗരവന്മാർ സദാചാരത്തിന്റെയും നീതിയുടെയും തത്വങ്ങൾ അറിയാമായിരുന്നിട്ടും മഹാനുഭവന്മാരായ പാണ്ഡവന്മാർക്ക് അനവധി ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നൽകി. തൽഫലമായി ഒടുവിൽ അവരുടെ വംശം തന്നെ പൂർണ്ണമായും നശിക്കപ്പെട്ടു. ഈശ്വരൻ അവരുടെ ഭാഗത്തായിരുന്നത് കൊണ്ട് പാണ്ഡവർ വിജയികളായത്. അതുകൊണ്ട് അവരുടെ വിജയത്തിന്റെ മുഹൂർത്തത്തിൽ കൃഷ്ണന്റെ ഉപദേശം നിരാകരിക്കാതിരിക്കുവാൻ ഭീഷ്മർ പാണ്ഡവരെ ഉപദേശിച്ചു. ഏത് രൂപത്തിലും ഏത് രീതിയിലുമാണ് കർമ്മം ഒരു വ്യക്തിയെ അനുഗമിക്കുന്നതെന്ന് വിവരിക്കുക എളുപ്പമല്ല. തന്റെ കൊമ്പുകളെക്കുറിച്ച് വലിപ്പത്തെക്കുറിച്ചും അഭിമാനം കൊള്ളുന്ന ഒരു പശു അതിന്റെ കർമ്മഫലത്താൽ അതിന്റെ നാസാദ്വാരങ്ങളിലൂടെ കടത്തിവിട്ട ഒരു കയറ് കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നതായി തീരുന്നു. അതുകൊണ്ട് ഏത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അത് കഴിഞ്ഞു പോയ കർമ്മത്തിന്റെ ഫലങ്ങളാണെന്നറിഞ്ഞ് ഒരാൾ അവയെ സഹിക്കണം. പക്ഷേ ഈശ്വരാനുഗ്രഹം നേടിയത് കൊണ്ട് ഫലങ്ങളെ ലഘൂകരിക്കാനോ മാറ്റുവാനോ സാധിക്കും. സായിറാം. നല്ല വായനയായിരുന്നു അഭിമന്യു. ഇനി അനുഭവങ്ങൾ പറഞ്ഞോളൂ. സേവയ്ക്ക് പോയ അനുഭവമൊക്കെ പറയണേ. സായിറാം. സായിറാം, എന്റെ പേര് അഭിമന്യു. ഞാൻ BSc മൈക്രോബയോളജി കഴിഞ്ഞിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. എന്റെ വീട് പെരിയാണ്. അപ്പോ ഞാൻ സ്വാമീനെ പറ്റി അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ ഒരു സമയത്താണ്. അതായത് അച്ഛൻ സ്വാമിയിൽ വിശ്വസിച്ചിരുന്നു. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ സായി ആയിരുന്നില്ല. അപ്പൊ അച്ഛൻ ഇങ്ങനെ സേവക്ക് പോയി. ആ സമയത്ത് ഞാനും ഒരിക്കൽ സ്ഥലങ്ങളെല്ലാം കാണാലോ. എനിക്ക് സ്വാമി ആയിരുന്നോ അല്ലെങ്കിൽ ദൈവമാണോ ഈശ്വരനാണോ അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും ആ പ്രായത്തിൽ അറിയില്ലായിരുന്നു. ഞാൻ നോർമലി ഈശ്വര വിശ്വാസിയായിരുന്നു. പക്ഷെ സായിബാബ ദൈവമാണ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ സേവനത്തിന് പോയി. പക്ഷെ ആ ഒരു ചെറിയ പ്രായമാണ് എനിക്ക് സ്കാർഫൊന്നും കിട്ടിയില്ല. എന്നിരുന്നാലും ഒക്കെ ക്യാൻറ്റീനിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ അവിടെ തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെറിയ പ്രായമെങ്കിലും എനിക്ക് അവിടെ നിന്ന് 2-3 ഫ്രണ്ട്സിനെല്ലാം കിട്ടി. ആടിയ സ്ഥലങ്ങളെല്ലാം കണ്ടു. അപ്പൊ എന്തോ ഒരു ചെറിയ പ്രായമാണ്. ഈശ്വരൻ എന്നുള്ള ആ ഒരു വലിയ കോൺസെപ്റ്റ് ഒന്നും മനസ്സിലാക്കാൻ ഇപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ആടിൽ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പോകണം എന്നുള്ളൊരു മൈൻഡ് വന്നു. ഭയങ്കര പോസിറ്റീവ് ഓറ അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഞാൻ പിന്നീട് വന്നു. പിന്നെ അതിനുശേഷം എനിക്ക് അച്ഛൻ സതീശ മാഷെ പരിചയപ്പെടുത്തി. ബാലവികാസിൽ ചേർന്നു. പിന്നീട് അങ്ങോട്ട് എന്നെ മുഴുവനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് സ്വാമി പറഞ്ഞ ബാലവികാസാണ്. അതായത് ബാലവികാസിലൂടെയാണ് ഞാൻ ഇപ്പോഴും കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നാലും ഞാൻ ഇപ്പോ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അതിന് പിന്നിൽ എന്റെ ഗുരുനാഥന്മാരായ സതീഷ് സാറും അതുപോലെ ബാലേട്ടനുമാണ്. ഇവര് രണ്ടുപേരും 5 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് നിങ്ങളോടെല്ലാം. അപ്പോ അവരെ സമയത്തിനും അവരെ ആ ഒരു ത്യാഗത്തിനാണ് ഞാൻ ആദ്യം ബഹുമാനിക്കുന്നത്. പിന്നെ ബാലവികാസാണ് ശരിക്കും എന്നെ എന്ത് പറയല് ഫുള്ള് സ്വാമിയെ പറ്റി അറിയാനും എന്നാലും കംപ്ലീറ്റ്ലി സ്വാമി എന്താണെന്നില്ല ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാരും പറയുന്ന പോലെ ഡിവൈൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് സ്വാമിയോട് പറയുന്നോ അതൊക്കെ സ്വാമി എപ്പോഴും എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഏത് ഡിസിഷൻ എടുക്കുമ്പോഴും അതിന് പിന്നിൽ സ്വാമി ആണെന്നാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാന്റെ ഭക്തനാണ്. സോ സ്വാമി എല്ലാം ഒന്നാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റി. പിന്നെ അതുകൂടാണ്ട് ഞാൻ ഒരിക്കലും ഒരു പ്യുവർ സായി ഡിവോട്ടി എന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം അത് സ്വാമി പറയേണ്ട കാര്യമാണ്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഒരു സായി ഭക്തൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നടക്കില്ല. കാരണം സ്വാമി എന്താണോ അക്സെപ്റ്റ് ചെയ്യുന്നത് അന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ.
പിന്നെ എല്ലാരും ഇങ്ങനെ സ്വപ്നം കാണുന്നു, പിന്നെ അതുപോലെ വിഭൂതി തരുന്നു, ഇങ്ങനെയുള്ള പറയുമ്പോൾ എനക്കും ഭയങ്കരമായിട്ട് കൗതുകങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എനക്ക് അങ്ങനത്തെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും സ്വാമിയുടെ ആ സമാധിയുടെ അടുത്ത് പോകുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഒക്കെ കിട്ടലുണ്ട്. അത് എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. പിന്നെ ആ ആരതി എടുക്കുമ്പോൾ അറിയാണ്ട് കണ്ണെല്ലാം അറിയും. അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള അനുഭൂതികളെല്ലാം ഫീൽ ചെയ്യലുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാമി ഡയറക്റ്റ് അല്ലെങ്കിലും പല ആൾക്കാരുടെ രൂപത്തിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഞാൻ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും ഞാനൊരു കൺഫ്യൂസിങ് സ്റ്റേജിലാകുന്ന സമയത്ത് മറ്റൊരാളുടെ രൂപത്തിൽ വന്നിട്ട്, മീൻസ് ഞാൻ അത്രയും ബന്ധുവില്ല ആളായിരിക്കും. ഇപ്പൊ എനിക്കിപ്പോ കണ്ണേട്ടനായാലും ശിവേട്ടനായാലും അങ്ങനെ ഒരുപാട് അത്രയും അടുത്ത ബന്ധുവില്ല ആൾക്കാരുണ്ട്. അപ്പൊ അവര് പറയുന്ന പല കാര്യങ്ങളൊക്കെ സ്വാമി പറയുന്ന പോലെ ഫീൽ ചെയ്യലുണ്ട്. സോ അങ്ങനെ ഒരുപാട് പേര് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യലുണ്ട് ഈ ഒരു സായി ഗ്രൂപ്പിൽ തന്നെ. നല്ലൊരു ഇതിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ബന്ധങ്ങളാണ്. മീൻസ് ഈ പറഞ്ഞ പോലെ ഒരു സത്സംഗം തന്നെ എനിക്ക് ഇതിന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാരും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ഒന്നല്ല, ഞാനും അതെ. അപ്പൊ പിന്നെ നമ്മളെല്ലാരും സ്വാമി പറഞ്ഞ ആ ഒരു പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഞാൻ കാസർഗോഡ് ജില്ല ജോയിന്റ് യൂത്ത് കോർഡിനേറ്റർ ആണ്. ഇതെല്ലാം സ്വാമി ഇച്ഛയായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കല്യോട്ട് സമിതിയിൽ യൂത്ത് കോർഡിനേറ്റർ ആണ്. പക്ഷെ എന്റെ സമിതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് അതിനെ പറ്റിയിട്ടില്ല. മീൻസ് ഞാൻ എന്റെ സമിതിയിൽ പോകുന്നതിനെക്കാട്ടി ഞാൻ കാഞ്ഞങ്ങാടാണ് പോലെ. പിന്നെ സ്വാമിക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. ഐ എം ബിഗ് സീറോ ആണ്. പക്ഷെ എന്നെ കൊണ്ട് സ്വാമിക്ക് എന്തെങ്കിലുമൊക്കെ നേടാനുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് സ്വാമിന് ആവശ്യമാണ്. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് സായിറ. ഇപ്രാവശ്യം സേവയ്ക്ക് പോയതാണല്ലോ, ഞാൻ അവിടെ വെച്ച് കണ്ടല്ലോ. എന്തെങ്കിലും അനുഭവം എന്തുണ്ടായി ഈ കുറി സേവയ്ക്ക് പോയപ്പോ? പോയിട്ട് തിരിച്ചു ആ വന്നല്ലേ ഉള്ളൂ, പറയും. ഇത്തവണത്തെ സേവനം അടിപൊളിയായിരുന്നു. അതായത് പിന്നെ ഗണേഷ് ഗേറ്റിലാണ് കിട്ടിയത് ചെക്കിങ്ങും കാര്യങ്ങളും. അപ്പോ ആടെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഒരു അനുഭവം ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ ഒരു സാറ് പെട്ടെന്ന് വന്നു. ഞാൻ അവിടെ സ്കാനിങ്ങിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോ സാറ് വന്നിട്ട് പെട്ടെന്ന് എന്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, റീഡ് തപോവനം ഡെയിലി 2 pages എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വെക്കുന്ന മനസ്സിലായിട്ടില്ല. എന്നിട്ട് പറഞ്ഞു പിന്നെയും പറഞ്ഞു, റീഡ് തപോവനം 2 pages ഡെയിലി പറഞ്ഞു. എന്നിട്ട് എന്നോട് ഫോണിൽ അതെന്ത് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തപോവനൊക്കെ അറിയാം സാർ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. എന്നിട്ട് എനക്ക് ഒരു സ്വാമിയുടെ ഒരു ഫോട്ടോ തന്നിട്ട് സാർ ഒരു പോക്ക് പോയി. അതിനുശേഷം ഞാൻ ആ സാറിനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പെട്ടെന്ന് ഒരു നല്ല പ്രായമുള്ള സാറാണ്. പിന്നെ ഞാൻ എന്റെ ഏട്ടനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കൂടെ. അവനും ഇതേപോലെ അവനോടും പറഞ്ഞിട്ടുണ്ടോ, മേ ബി അതിൽ ആരെങ്കിലും സ്റ്റാഫോ കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് സ്വാമിയുടെ തന്നെ ഒരു എന്താ പറയല്, സ്വാമി അയച്ച ഒരാൾ എന്ന രീതിയിൽ ഞാനത് വിശ്വസിക്കുന്നത്. എന്നിട്ട് ഞാൻ വായിക്കണം തുടങ്ങിയിട്ടാ തപോവനം. എന്നാലും എന്തോ ഒരു രീതിയിൽ മീൻസ് ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂസിങ് സ്റ്റേജിലുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഡെയിലി സ്വാമിയോട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനുള്ള ഉത്തരവായിരിക്കും മേ ബി ആ ബുക്കിലുള്ളത്. അങ്ങനെയുള്ള ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലൊരു ഇതുണ്ടായിരുന്നു. മീൻസ് എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആളാ. എന്നിരുന്നാലും ചെറിയ മടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ശ്രീകാന്തെല്ലാം അറിയാം, സമയത്തിന്റെ എല്ലാം കാര്യങ്ങളിൽ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാണ്ട് സ്വാമിയുടെ കൃപ കൊണ്ട് ചെയ്യാൻ പറ്റി നന്നായിട്ട്. അങ്ങനെ വിശ്വസിക്കുന്നു സായിബ. അപ്പൊ സമയമുള്ളതുകൊണ്ട് ഞാൻ ശ്രീമതി വിജയകുമാരിയ, അവരൊക്കെ വളരെ ആദ്യം തൊട്ട് ആനന്ദദായി എന്നുള്ള സ്വാമിയുടെ ചെറുപ്പകാലം തൊട്ടുള്ള അനുഭവങ്ങൾ എഴുതിയ അമ്മയാണ് വിജയകുമാരി അമ്മ. അവർക്കൊക്കെ ഒരുപാട് സ്വാമിയുടെ വളരെ ഏറ്റവും സ്വീറ്റ് ആയിട്ട്, സ്വാമി ഏറ്റവും സ്വീറ്റ് ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആയുള്ള സമയത്ത് ഒരു ലീലാലോലുപനായ സ്വാമിയെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച സ്ത്രീയാണ് വിജയകുമാരി, അവരുടെ ഫാമിലി. അപ്പൊ അവര് പുട്ടപർത്തിയിൽ അന്ന് സ്വാമി വളരെ ഫ്രീ ആയിട്ടാണ് പിന്നെ ഡിവോട്ടീസിൻ്റെ അടുത്ത് പെരുമാറുന്നത്. ഞങ്ങള് 80 പോയപ്പോ തന്നെ അവിടെ ഇപ്പൊ സുബ്രഹ്മണ്യ സ്വാമിയുടെ അതും പിന്നെ കയറി വരുന്ന വഴിയൊക്കെ ഉള്ളിടത്തൊരു ഷെഡാണ് ഉണ്ടായിരുന്നത്. ആ ഷെഡില് പിന്നെ ശ്രീ കുടുംബറാവു ആണ് അവിടെ എപ്പോഴും സെക്യൂരിറ്റി ആയിട്ട് അവിടെ ഇരുന്നിരുന്നത്. അവിടെ ഉള്ളവരൊക്കെ പറയും അതിനുള്ളിൽ എപ്പോഴും നമുക്ക് മണ്ണെണ്ണയുടെ മണമാണ്. കാരണം സ്റ്റൗ വെച്ചിട്ട് ഓരോരുത്തർ അവരുടെ കുക്കിംഗ് ചെയ്യും. അപ്പൊ സ്വാമി ആശ്രമത്തിന്റെ മന്ദിരത്തിന്റെ ബാക്കിലുള്ള നട്ടുപ്പാവുണ്ടല്ലോ, അവിടെ വന്ന് നിന്ന് ഇവരെയൊക്കെ നോക്കും. എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ഓരോരുത്തരും എന്താണ് ഉണ്ടാക്കുന്നത് നോക്കും. അവരുടെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങിച്ച് കഴിക്കും എന്നൊക്കെ ആ പ്രാവശ്യം അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള അനുഭവമാണ് വിജയകുമാരിക്ക് ഉണ്ടായിട്ടുള്ളത് ഒരുപാട്. അപ്പൊ ഒരിക്കൽ അവര് പുട്ടപർത്തിയിൽ നിന്നപ്പോ ഭഗവാന്റെ അടുത്ത് താമസിക്കുകയാണ്. ഭഗവാൻ ദർശനം കഴിഞ്ഞിട്ട് മുകളിൽ കയറിപ്പോയി. അപ്പൊ അവർക്കൊരു ടെലിഗ്രാം വന്നു. അവര് മദ്രാസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്.
ടെലിഗ്രാമിൽ എന്താണ് ഇരിക്കുന്നത്? വേഗം വന്നോളൂ, നിങ്ങളുടെ എല്ലാ സാധനങ്ങളും കള്ളൻ കയറി കൊണ്ടുപോയി. ഒന്നുമില്ല, സ്വർണവും വെള്ളിയും സകല സാധനങ്ങളും പോയി, വേഗം വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഞെട്ടിപ്പോയി. എങ്ങനെ ഇനി പെട്ടെന്ന് പോണ, ഭഗവാന്റെ അടുത്ത് പറയാതെ? അപ്പൊ ഭഗവാനാണെങ്കിൽ ഇവർക്ക് ഓടി മോളിൽ കയറി പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് വേഗം മോളിൽ കയറിപ്പോയി സ്വാമിയോട് പറയാനായിട്ട്. അപ്പൊ എന്താണ്, വാതിൽ അടച്ചിരിക്കുക. ഒരിക്കലും അടയ്ക്കാത്ത വാതിലാണ് അന്ന് അടച്ചിരിക്കണം. അപ്പൊ പിന്നെ അടച്ചു കഴിഞ്ഞ വാതിലിൽ മുട്ടി വിളിക്കാൻ പറ്റില്ലല്ലോ, ഭഗവാനല്ലേ. അപ്പൊ അവര് വിഷമത്തോടുകൂടി താഴെ വന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കണം, ഇനി എന്താ ചെയ്യാ. സ്വാമി 4 മണിക്ക് ദർശനത്തിന് വരുന്ന സ്വാമി അന്ന് വന്നില്ല, മനഃപൂർവ്വം. അപ്പൊ ഒരു കളിയാണ് സ്വാമിയുടെ ലീല, മനസ്സിലായി. ഒരു കളിക്കുട്ടിയെ മാതിരി ഇവരെ ഇട്ട് ഇങ്ങനെ ഇതാക്കണം. അപ്പൊ ഇവരാണെങ്കില് അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്ത് നടക്കുകയാണ്, പ്രശാന്തി മന്ദിരത്തിന്റെ മുറ്റത്ത്. പെട്ടെന്ന് സ്വാമി മുകളിൽ വന്ന് മട്ടുപ്പാന്ന് ചോദിച്ചു, എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സ്വാമി എല്ലാം പോയി സ്വാമി, ടെലിഗ്രാം വന്നു, കള്ളൻ കയറി എല്ലാം കൊണ്ടുപോയി. നിങ്ങൾ മുകളിലോട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡും വൈഫും കൂടെ വേഗം മുകളിൽ കയറി ചെന്നു. അപ്പൊ സ്വാമി, നിങ്ങളുടെ ഒന്നും പോയിട്ടില്ല, എല്ലാം എന്റെ ഇവിടെ അലമാരിക്കകത്ത് ഇരിപ്പുണ്ട്, കാണണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, മദ്രാസിൽ പോയി എന്തായാലും ഒന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വേഗം അന്ന് തന്നെ മദ്രാസിലേക്ക് പോയി. അവിടെ ചെന്ന് ഉടൻ തന്നെ ഇങ്ങോട്ട് ടെലിഗ്രാം അയച്ചു. ഒന്നും പോയിട്ടില്ല, എല്ലാ സാധനങ്ങളും അവർ വെച്ച മാതിരി അവർ അലമാരികൾക്കകത്തിരിക്കുകയാണ്. അപ്പൊ സ്വാമി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഒന്നും പോയിട്ടില്ല എന്ന്. അങ്ങനെ അപ്പോ പിന്നെ സ്വാമി പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക്. അപ്പൊ സ്വാമി, ഞങ്ങൾ അങ്ങോട്ട് എന്തുമാത്രം കടപ്പെട്ടിരിക്കുകയാണ്, കാരണം അങ്ങ് ഞങ്ങളുടെ എല്ലാ വസ്തുക്കളും സംരക്ഷിച്ചു തന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും എന്നോട് കടപ്പെട്ടവരായിരിക്കുക, എന്നോട് കടം കൊള്ളണം. നിങ്ങൾ എന്നോട് കടം കൊണ്ടാൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു കടം നിങ്ങൾക്ക് ഭഗവാനുമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് ഭഗവാനുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കുന്ന കണ്ണി, ആ കടം അതവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഭക്തി കൊണ്ട് അനുഗ്രഹം നേടി കടക്കാരായി തീരുക. എല്ലാ ജന്മങ്ങളിലും ആ കടം വീടാതെ അവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്കും ഇതുപോലെ അവതാര പുരുഷന്റെ ഒപ്പം ലീലകളിൽ മയങ്ങി അതേപോലെ അനുഗ്രഹത്തിൽ ആറാടി ജീവിക്കുവാൻ അവസരം ലഭിക്കും. അതിന് നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് സായിരാം. మానవుని యొక్క దేహంలో ఉండినటువంటి యొక్క సర్వాంగములు కూడాను తమ తమ పనిని తమ సక్రమంగా చేస్తున్నటువంటి విషయం చూస్తే చాలా విచిత్రమేస్తుంది. It's rather strange, it is a matter of surprise if you observe how the limbs of a body work in coordination. గుండెలు సకాలములో సరైనటువంటి క్రమమును అనుసరిస్తూ తమ పనిని తాను గావిస్తూ ఉంటుంటాడు. The heart beats and pumps the blood right time in the right direction. మన యొక్క ఊపిరితిత్తులు కూడాను సరి అయినటువంటి స్థితిలో తమ తమ కర్తవ్యాన్ని నిర్వర్తిస్తూ ఉంటాయి. Lungs also discharge the duty appropriately. ఈ కడుపులో ఉండినటువంటి యొక్క మాలిన్యమును పరిశుద్ధపరిచే నిమిత్తమై ఎన్నో విధములు కూడాను జఠరాగ్ని కూడాను తోడ్పడుతూ ఉంటాది. There you find the fire, the digestion inside in the stomach that cleanses the యొక్క సృష్టియే ఒక గొప్ప విచిత్రం. Creation itself is mysterious. ఇది డాక్టర్స్ అందరికీ చక్కగా తెలుసు. Doctors know this well. చిత్రంబులు, త్రైలోక్య పవిత్రంబులు, బవలదాల విత్తంబులు, సన్మిత్రంబులు, మునిజన పౌత్రంబులు, విష్ణుదేవు చారిత్రంబులు. దైవం యొక్క సృష్టి లోపల మానవ శరీరము మహా విచిత్రమైనటువంటిది, ఆశ్చర్యకరమైనటువంటిది, అద్భుతమైనటువంటిది. In God's creation, the human body is excellent, wonderful, and most surprising. ఇట్టి ఆశ్చర్యాన్ని గుర్తించినటువంటి వారే డాక్టర్స్. Doctors have realized the mystery of this body. ఇట్టి ఆశ్చర్యాన్ని గుర్తించి కూడాను తాము తమ యొక్క శక్తానుసారంగా తనకు తగినటువంటి యొక్క సర్వీస్ను చేస్తూ వస్తున్నాడు. Doctor is serving the society depending upon his capacity, having known the mystery of nature. ఈ యొక్క ట్రీట్మెంట్ అనేటువంటిది
పరులకు చేస్తున్నామనే భావం కాదు, తమకు తామే చేస్తున్నామని భావించాలి. As you treat a patient, know that you are serving yourself, not to anyone. അഭിമന്യു ഭജന പാടിക്കോളൂ. ഭജന പാടുമ്പം കുറച്ച് ഒരു മിനിറ്റ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ, ആരാണെന്നൊന്ന് അറിയാൻ വേണ്ടി, എല്ലാവരും കാണാൻ. ഒരു മിനിറ്റ് സാറേ. പാടുന്നേ. പാടിക്കോ. മഹാദേവാ മഹേശ്വര സായി നാരായണ. മഹാദേവാ മഹേശ്വര സായി നാരായണ. നഥനാഗര ദുഃഖഭഞ്ജന സായി നാരായണ. നഥനാഗര ദുഃഖഭഞ്ജന സായി നാരായണ. കരുണാകര അഖിലേശ്വര സായി നാരായണ. കരുണാകര അഖിലേശ്വര സായി നാരായണ. അല്ലാഹും മഹാവീര യേശു സായി നാരായണ. അല്ലാഹും മഹാവീര യേശു സായി നാരായണ. ഹൃദയേശ്വര അത്തീശ്വര സായി നാരായണ. ഹൃദയേശ്വര അത്തീശ്വര സായി നാരായണ. മഹാദേവ മഹേശ്വര സായി നാരായണ. സായിരാം. സായിരാം. സായി ഉപമ കഴിഞ്ഞിട്ട് ശാന്തി മന്ത്രം പറയണേ. സമസ്ത ലോക ഞാൻ ഉപമ വായിച്ചു കഴിഞ്ഞിട്ട് സായി ഉപമ. ശ്രീകൃഷ്ണനെ ഒരു സാധാരണക്കാരനായ ഗോപാലനായി കാണുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് വെറും ഒരു ഇടയനായിരിക്കും. നിങ്ങൾ ലൗകികമായ തലത്തിൽ മാത്രമേ എത്തുകയുള്ളൂ. നിങ്ങൾ ഗോപാല എന്ന നാമത്തെ യോഗവിധിയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഗോപാലയിലെ ഗോ എന്നാൽ ജീവി എന്ന അർത്ഥം, പാലക എന്നാൽ സംരക്ഷിക്കുക, മാർഗദർശനം നൽകുക, പരിപാലിക്കുക എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത്. ശ്രീകൃഷ്ണൻ ഈശ്വരനാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് ഈശ്വരനായി തന്നെ ഇരിക്കും. അഥവാ നിങ്ങൾ അദ്ദേഹത്തെ സാധാരണ മനുഷ്യനായിട്ടാണ് കാണുന്നതെങ്കിൽ അദ്ദേഹം ആ വേഷം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഇല്ലാതെയായി തീർക്കുന്നു. അദ്ദേഹത്തെ ബാഹ്യ ചക്ഷുഷുകൾ കൊണ്ട്, അതായത് നമ്മുടെ സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാതെ നിങ്ങളുടെ ഹൃദയവാസിയായ ഈശ്വരനായി സ്വീകരിക്കുക. ജയസായിരം. ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ സായിരാം. സായിരാം.